ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റെയിൽവേയുടെ ക്രാഷ് കോഴ്സിൻ്റെ ഫിസിക്സിൻ്റെ ഭാഗം ആരംഭിക്കുകയാണ്. നേരത്തെ നമ്മൾ ബയോളജി ഒരു പാഠം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ ആൻഡ് റെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബയോളജി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് ഫിസിക്സിലോട്ട് പോവാം. മോഷൻ ആൻഡ് റെസ്റ്റ്. എന്താണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മോഷൻ ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ്. ഇത്രയും വലിയ ഡെഫിനേഷനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു ബേസിന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടൈമും സറൗണ്ടിങ്സിനും റെസ്പെക്റ്റ് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റിലുണ്ടാവുന്ന പൊസിഷൻ ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, മോഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുക എന്തിനനുസൃതമായിട്ട്, സമയത്തിനും സറൗണ്ടിങ്സിനും അനുസൃതമായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്, മോഷൻ എന്ന് പറയുന്നത്. ഒരു ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ മോഷൻ സംഭവിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് 2-3 ടേംസ് നോക്കാനുണ്ട്. അപ്പം നമ്മൾ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേംസ് നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ പാത്താണ്. ആക്ച്വലായിട്ട് കവർ ചെയ്യേണ്ട പാത്തിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ പിക്ചർ നോക്കൂ. സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, എൻഡ് പോയിന്റും ഉണ്ട്. അതിലോട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡ് പോയിന്റിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് എന്താണ്, അത് നമുക്ക് കവർ ചെയ്യേണ്ട ആക്ച്വൽ പാത്താണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്, ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ കാളും ഒരിക്കലും എപ്പോഴും വലുതായിരിക്കുക എന്താണ്, ഡിസ്റ്റൻസ് ആണ്. കാരണം എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉള്ളതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും സംഭവിക്കുക, ഡിസ്റ്റൻസ് എന്തായിരിക്കും, വലുതായിരിക്കും. വലുത് ഓർ ഈക്വൽ ടു ആയിരിക്കും എന്ത്, ഡിസ്പ്ലേസ്മെന്റിന്. ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് സ്പീഡും വെലോസിറ്റിയും ആക്സലറേഷനും. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കണ്ടിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, ഒരു നിശ്ചിത സമയത്ത് ഒരു ആള് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത സമയത്ത് ഒരാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നിശ്ചിത ഡയറക്ഷൻ ഉണ്ടാവും, ഒരു നിശ്ചിത സമയം ഉണ്ടാവും. ആ സമയത്തിന് ആ സമയത്തിൽ ആ ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിമ്പിളായിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ മൂവിംഗ് ബോഡി ആ മൂവിംഗ് ബോഡി എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് എന്ത്, ആക്സിലറേഷൻ. ആക്സിലറേഷൻ പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ യൂണിറ്റ് ആണ് പഠിക്കേണ്ടത്. എന്താണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നിങ്ങൾ ഈ സ്ലൈഡ് കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം
അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ യൂണിറ്റ് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സമയത്തിന്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ് ആണ്. അങ്ങനെയാണ് എന്ത് വരുന്നത്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരുന്നത്. തെറ്റിക്കരുത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്, ആക്സിലറേഷന്റെ യൂണിറ്റ്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്? അതായത് നിങ്ങൾ പിക്ചർ നോക്കുക, ഈ റെഡ് മാർക്ക് ഉള്ളത് ബി എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കുക, ബ്ലാക്ക് മാർക്ക് ഉള്ളത് എ എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കുക. എയിൽ നിന്നും ബിയിലോട്ട് ഒരു നിശ്ചിത സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. എന്താണ്, എയിൽ നിന്നും ബിയിലോട്ട് ഒരു ഒബ്ജക്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ്, അവിടെ ഉണ്ടാവുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്നുള്ളത് കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗുലർ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ എന്നുള്ളതാണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടൈം, ടി എന്നാണ് എന്ത് ഫോർമുല. ഒമേഗ ഇസ് ഈക്വൽ ടു, അഥവാ ആംഗുലർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ വരികയാണ് നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിലോട്ട്. എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിലെല്ലാം നിങ്ങൾ ലോ ഫുള്ളായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ നിന്നും ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഫാദർ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നതാണ് ആര്, ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ ഓഫ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഈ മോഷൻ എന്നുള്ള മോഷനെ പറ്റിയുള്ള ഈ ലോസ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിയയിലാണ്. അപ്പം നിങ്ങൾ മറ്റൊരു പേരും കൂടെ കേട്ടിട്ടുണ്ടാവും, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അതും ഇതും ഒന്നല്ല, അത് കൺഫ്യൂഷൻ ആവാതിരിക്കുക. പ്രിൻസിപ്പിയ എന്നാണ് എന്ത് ഐസക് ന്യൂട്ടന്റെ ബുക്കിന്റെ പേര്. ഓക്കെ, അതിന്റെ ഫുൾ നെയിമാണ് എന്ത്, ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഒന്നില്ലെങ്കിൽ പ്രിൻസിപ്പിയ എന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ ഫുൾ പേരും പഠിച്ചു വെക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിയ എന്നുള്ള പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion in a straight line unless an external force is acting upon it. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട, ഈ ലോ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ 8, 9, 10 ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ടേബിള് അനങ്ങാതിരിക്കുവാണ്. ആ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് കൊണ്ട് ടേബിളെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്, ആ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും, അത് ഇരിക്കുന്ന ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്നും അത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നമ്മൾ ആ വെച്ച ടേബിൾ എന്ത് ചെയ്യാണ്, നീങ്ങുകയാണ്, അങ്ങോട്ട് മാറുകയാണ്. അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. അത് നേരത്തെ എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരുന്നു. അതാണ് സിമ്പിളായിട്ട് ഇതിൽ പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അറിയപ്പെടുന്ന മറ്റ് 2 പേരുകളാണ് ലോ ഓഫ് ഗലീലിയോ, ലോ ഓഫ് ഇനേർഷ്യ. എന്തൊക്കെയാണ്? ലോ ഓഫ് ഗലീലിയോ, ലോ ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. അടുത്തത് ആ സ്ലൈഡിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, നോക്കൂ. ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഒരു ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അത് റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അടുത്തതിൽ എന്താണ്, അതിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റ് മോഷനിലോട്ട് മാറുന്നത്. നോക്കൂ, മൂന്നാമത്തെ പിക്ചർ നോക്കൂ. ആ രണ്ടാമതിരിക്കുന്ന ആ പിക്ചറിൽ കാണുന്ന ആ ബോളില് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്താണ് മൂന്നാമത്തെ പിക്ചറിൽ കാണുന്ന ആ ബോൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഇൻ മോഷൻ ആവുന്നത്, മോഷനിലോട്ട് ആ ഒബ്ജക്റ്റ് മാറുന്നത്. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് അറിയേണ്ടതാണ് ഇനേർഷ്യ. നമ്മൾ പറഞ്ഞു ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അറിയപ്പെടുന്ന മറ്റ് 2 പേരുകളാണ് ലോ ഓഫ് ഗലീലിയോ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു. എന്താണ് ലോ ഓഫ്
ഇനേർഷ്യ അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു വസ്തു ഇപ്പം ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും മാറാനുള്ള അതിൻ്റെ റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് മോഷനിലോട്ടാവാൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണ് ഉള്ളതെങ്കിൽ അതിനെ പെട്ടെന്ന് നിർത്താനും എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ 2 ടൈപ്സ് ഇനേർഷ്യാണ് ഉള്ളത്. ഇനേർഷ്യ അറ്റ് റെസ്റ്റ്, ഇനേർഷ്യ അറ്റ് മോഷൻ. നമ്മൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഈ ഡെഫിനിഷൻസ് എല്ലാം എന്താണ്? ചുമ്മാ ഒരു ബേസിന് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കേണ്ടത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന എക്സാമ്പിൾ തന്നെയാണ്. ക്യാരം കോയിൻസ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തെ നീങ്ങിപ്പോകുന്നത് കാണാം. അതെന്താണ്? ഓൾറെഡി ആ കോയിൻസ് എല്ലാം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിലായിരുന്നു. അതിന് പെട്ടെന്ന് ഉള്ള മോഷൻ നടത്താനുള്ള ആ റെസിസ്റ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് പറയുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള നമുക്ക് കോമൺ ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിളാണ് എന്ത്? ഗ്ലാസ് ടംബ്ലറിന്റെ പുറമെ ഒരു കാർഡ് വെച്ച് അതിന്റെ മുകളിൽ ഒരു കോയിൻ വച്ച ശേഷം കാർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് കോയിൻ എന്ത് ചെയ്യുന്നു? ഗ്ലാസിനകത്തോട്ട് വീഴുന്നു. ഇതും എന്തിനുള്ള എക്സാമ്പിളാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവരെ ഒരു നിർത്തിയിട്ട ബസ്സിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ച എക്സാമ്പിളാണ്. കേരള PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. NTPCക്കൊക്കെ എല്ലാ എക്സാമിനും ചോദിച്ച ചോദ്യമാണ്. എന്താണ്? നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഇരിക്കുന്നവരെ എല്ലാവരും എങ്ങനെയായിരിക്കും? ഇനേർഷ്യ ഓഫ് റെസ്റ്റിലായിരിക്കും. അവരുടെ ബോഡി എങ്ങനെയാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. പെട്ടെന്നാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോഴും അവരുടെ ബോഡി എന്തിനെ റെസിസ്റ്റ് ചെയ്യും? ആ മോഷനെ റെസിസ്റ്റ് ചെയ്യും. ആ റെസ്റ്റിൽ ഇരിക്കാൻ തന്നെ ആ ബോഡി എന്ത് ചെയ്യും? താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് മുഴുവൻ എങ്ങോട്ട് ആയും? ബാക്കിലോട്ട് ആയും. ഓക്കെ, അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇതേ എക്സാമ്പിൾ തന്നെ നമ്മൾക്ക് മാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ബസ്സിലിരിക്കുന്ന സമയത്ത് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സാണ്. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും? മുന്നോട്ട് ഫോർവേഡ് ആയിട്ട് എന്ത് ചെയ്യും? മുന്നോട്ട് ആയും. അതെന്തുകൊണ്ടാണ്? അവരുടെ ബോഡി മോഷനിലാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ ബോഡി ഇനേർഷ്യ ഓഫ് മോഷനെയാണ് അവരുടെ ബോഡി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ബ്രേക്ക് വരുന്ന സമയത്ത്, പെട്ടെന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ബോഡി എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഈ 2 കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പഠിക്കാം. അതുപോലെ തന്നെ കൂടുതൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ റൈഡർ ഓൺ എ റണ്ണിങ് ഹോഴ്സ് ഇസ് ത്രോൺ ഫോർവേഡ് വെൻ ദ ഹോഴ്സ് സ്റ്റോപ്പ് സഡൻലി ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. സിമ്പിൾ ആയിട്ട് നമ്മുടെ ബസ്സിന്റെ ഉദാഹരണം പോലെ തന്നെയാണ് ഇത്. ഒരു ഹോഴ്സ് റൈഡർ, കുതിര ഓടിക്കുന്ന ഒരാള് പെട്ടെന്ന് ഹോഴ്സ് സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കുതിര നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുതിര ഓടിക്കുന്ന ആൾ എന്ത് ചെയ്യും? ഫോർവേഡിൽ മുന്നോട്ട് വലിച്ച് എറിയപ്പെടും. അതെന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു മരം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു മരത്തിനെ നമ്മൾ പെട്ടെന്ന് പിടിച്ച് കുലുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രൂട്ട്സും സീഡ്സും എല്ലാം എന്ത് ചെയ്യും? താഴെ വീഴും. അതും എന്തിന് ഉദാഹരണമാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബ്ലാങ്കറ്റിനെ പെട്ടെന്ന് എടുത്ത് നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഡസ്റ്റും പാർട്ടിക്കിൾസും എല്ലാം എന്ത് ചെയ്യും? പൊടി തട്ടുക എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ എല്ലാ പൊടിയും എന്ത് ചെയ്യും? പുറമേ പോയിക്കോളും. അത് എന്തിന് ഉദാഹരണമാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇപ്പം ഒരു പേഴ്സൺ ഒരു വണ്ടിയിൽ കയറാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതായത് ഓടുന്ന ബസ്സിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ചെന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? കയറാൻ. അല്ലാതെ അപ്പം തന്നെ കയറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വീഴും. ഓടുന്ന ബസ്സിൽ കുറച്ച് ദൂരം ഓടിയിട്ടാണ് എന്ത് ചെയ്യാം? നമ്മൾ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വീഴും. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഉദാഹരണമാണ് എന്ത്? അത്ലറ്റ് റൺ ചെയ്യുക. അതായത് ലോങ് ജമ്പിന് മുമ്പായിട്ട് അത്ലറ്റ് കുറച്ച് ദൂരം ഓടി വന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ലോങ് ജമ്പ് ചാടുന്നത്. അതെന്തിനാണ്?
അവരുടെ ബോഡി ആ ഇനേർഷ്യ ഓഫ് മോഷൻ എന്നുള്ളത് ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ദൂരം ഓടിയ ശേഷം അവർ വന്ന് ചാടുന്നത്. നെക്സ്റ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ കൂടുന്നു, മാസ് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ കുറയുന്നു. ഈ സംഭവത്തിനെയാണ് നമ്മൾ ചുരുക്കി സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിലോട്ട് നോക്കാം. അതിനു മുമ്പ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്? അതായത് നിങ്ങൾ പിക്ചർ നോക്കൂ. ഇഫ് യു അപ്ലൈ മോർ ഫോഴ്സ് ടു ആൻ ഒബ്ജക്ട് ഇറ്റ് ആക്സലറേറ്റ്സ് അറ്റ് എ ഹയർ റേറ്റ്. അതായത് ആദ്യത്തെ പിക്ചറിൽ ആ വ്യക്തി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അതിലൊരു നിശ്ചിത മാസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സലറേഷൻ കൂടുന്നു. രണ്ടാമത്തെ പിക്ചർ നോക്കൂ. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, കൂടുതൽ ആക്സലറേഷൻ സംഭവിക്കുന്നു. മനസ്സിലായില്ലേ? ആദ്യത്തെ പിക്ചറിൽ അയാള് കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിലാണ് എന്തുണ്ടാവുന്നത്, ആക്സലറേഷൻ ഉണ്ടാവുന്നത്. കൂടുതൽ ഫോഴ്സ് പ്രയോഗിക്കും തോറും എന്താണ്, കൂടുതൽ ആക്സലറേഷൻ സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പം ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കും. അതായത് if the same force is applied to an object with greater mass, the object accelerates at a slow rate because its mass adds inertia. എന്താ സംഭവം? ആദ്യത്തെ പിക്ചറിൽ മാസ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സലറേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? ആദ്യം അദ്ദേഹം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു നിശ്ചിത മാസ് അതിലുണ്ട്, അപ്പൊ ആക്സലറേഷൻ സംഭവിക്കുന്നു. അടുത്ത പിക്ചറിൽ എന്താണ്, കൂടുതൽ മാസ് വച്ചിട്ടുണ്ട്, കൂടുതൽ മോർ മാസ് ആണ് അതിൽ ഉള്ളത്. അപ്പം പഴയ അളവിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആക്സലറേഷന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ എന്തേ പറഞ്ഞത്, ചുരുക്കി പറഞ്ഞത്, ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ കൂടുന്നു, മാസ് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ കുറയുന്നു. നിങ്ങളിങ്ങനെ മാസിനെ വെയിറ്റ് എന്നുള്ളത് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. എല്ലാവർക്കും അറിയുന്നതാണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് എന്ത്, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ, ബലൂണ് ഉയർന്നു പൊങ്ങുന്ന ഒരു എക്സാമ്പിൾ. എന്താണ്, എയർ താഴോട്ട് വരുന്നതിനനുസരിച്ച് ബലൂൺ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്ന് പറയുന്നതാണ് എന്ത്, തേർഡ് ലോ ഓഫ് മോഷൻ. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക. എന്താണ്, എയർ താഴോട്ട് വരുമ്പോൾ ബലൂൺ എന്ത് ചെയ്യുന്നു, മേലോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് റീകോയിൽ ഓഫ് എ ഗൺ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. റീകോയിൽ ഓഫ് എ ഗണ്ണ്, അതുപോലെ ബലൂൺ ഉയർന്നു പൊങ്ങുന്നത്, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൽ നോക്കൂ, ഒരു ആക്ഷനും ഒരു റിയാക്ഷനും കാണുന്നില്ലേ? അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ ആണ് പ്രൊപ്പൽഷൻ ഓഫ് എ റോക്കറ്റ്. റോക്കറ്റിന്റെയും അതുപോലെ തന്നെ താഴോട്ട് ഒരു ആക്ഷൻ, മുകളിലോട്ട് ഒരു റിയാക്ഷൻ സംഭവിക്കുന്നതാണ് എന്ത്, റോക്കറ്റിന്റെ പ്രൊപ്പൽഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയും ഉദാഹരണങ്ങളും ന്യൂട്ടൺസ് തേർഡ് ലോയില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. എന്തൊക്കെയാണ്, ബലൂൺ ഉയർന്നു പൊങ്ങുന്നത്, റീകോയിൽ ഓഫ് എ ഗൺ, സ്വിമ്മിങ്, പ്രൊപ്പൽഷൻ ഓഫ് എ ഗൺ. ഇത്രയും എക്സാമ്പിൾസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനിൽ ഓർക്കുക. ഈ എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഏതിലാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്ന് ഇത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ എന്ന് ചോദിക്കാം. അങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായി കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് എക്സാമ്പിൾ തന്നാലും നിങ്ങൾക്ക് അത് എടുത്തെഴുതാനായിട്ട് പറ്റും. സോ അത് കൺസെപ്റ്റ് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. സോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻസ് ഇടുക, ഫീഡ്ബാക്ക് ഇടുക. എല്ലാവർക്കും താങ്ക് യു.